ഹായ് ഗൈസ്, നമസ്കാരം. വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ്സ്. ഞാനിപ്പോൾ ഉള്ളത്, ഞാനുണ്ട്, സുഖമുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് കിൽക്കിയിലാണ്. കിൽക്കി ക്ലിഫിൻ്റെ ഒക്കെ ഉള്ള ആ റൂട്ടിലൊരു വ്യൂ പോയിൻ്റാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പം ഞങ്ങളിന്ന് ചുമ്മാ വന്നാണ് ഇവിടെ. കാരണം നമ്മുടെ ഇവിടെ അയർലൻഡിൽ വിൻ്റർ സ്റ്റാർട്ടായി കഴിഞ്ഞ് ഇപ്പം ഈ പ്രാവശ്യം കുറച്ച് നേരത്തെയാണ് നമ്മുടെ തണുപ്പ്, കുറച്ച് ഏർലിയാണ് തണുപ്പ് വന്നേക്കുന്നത്. അതുകൊണ്ട് സൺലൈറ്റ് വളരെ കുറവാണ് കിട്ടുന്നത്. അപ്പം ഇന്ന് കുറച്ച് സൺലൈറ്റ് കിട്ടി. അതുകൊണ്ട് ചുമ്മാ ഞങ്ങൾ ഒന്ന് കറങ്ങാനിറങ്ങിയാണ്. അപ്പം ഞാൻ നേരത്തെ പ്രോമിസ് ചെയ്തതാണ്. പിന്നെ ഒന്ന് രണ്ട് പേര് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഞാനിവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ചോദിച്ചായിരുന്നു. ഞാനിവിടെ വന്ന് ഡിപ്പെൻഡൻറ്റ് വിസയാണ് വന്നത്, ഫാമിലി വിസയാണ് ഞാനിവിടെ വന്നത്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ടാണ്. അത് ഞാനിവിടെ ഒരു കോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിന് ജോലിക്ക് കയറിയത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തത് ഒരു IT ഫേമിലായിരുന്നു വർക്ക് ചെയ്തത്. വിപ്രോ എന്ന് പറഞ്ഞ IT ഫേമിലായിരുന്നു വർക്ക് ചെയ്തത്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വർക്ക് എൻവയോൺമെൻറ്റാണ് ഞാൻ വർക്ക് ചെയ്തതിൽ നിന്ന് ഇവിടെ ഉള്ളത്. എന്നിരുന്നാലും ഓക്കെയാണ്, ഹാപ്പിയാണ് ജോലിയുടെ കാര്യത്തിൽ. അപ്പം നിങ്ങൾ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നേഴ്സായിട്ട് കയറാൻ പറ്റുമോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ച ഒരു കാര്യം. പറ്റും. നിങ്ങൾ പക്ഷേ OET ഇവിടെ വന്നിട്ടാണ് നിങ്ങൾ OET ക്ലിയർ ചെയ്യണം. OET ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആസ് എ നേഴ്സ്, നിങ്ങളുടെ നേഴ്സും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ നേഴ്സായിട്ട് കയറാൻ പറ്റും. അല്ലാതെ വേറെ വഴി ഇപ്പം UK പോലെ തന്നെ നേഴ്സ് കെയർ അസിസ്റ്റൻ്റായിട്ട് വന്നിട്ട് പിന്നെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അത് NMC ചെയ്യാൻ പറ്റുമായിരുന്നു UK. പക്ഷേ ഇവിടെ അത് പോസിബിൾ അല്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വെതറിനെ പറ്റി ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ വെതർ ഞങ്ങൾ ഓക്കെയാണ്, ഞാനും ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്. പക്ഷേ എല്ലാവരും ഓക്കെ ആവണമെന്നില്ല. ഇപ്പം എന്താ പറയുന്നത്, ഇപ്പം നമ്മൾ ചിലർ പറയുന്നത് ഓസ്ട്രേലിയയാണ് വെതർ ബെറ്റർ. ശരിയായിരിക്കാം, അവിടെ ബെറ്റർ ആയിരിക്കാം വെതറിൻ്റെ കാര്യത്തിൽ ഇവിടുത്തെക്കാളും. ഇവിടുത്തെ മഴയാണേലും തണുപ്പാണേലും, തണുപ്പുള്ള സമയത്ത് തണുപ്പ് എക്സ്ട്രീമാണ്. മഞ്ഞുവീഴ്ച വളരെ കുറവാണ്. ഈ ഇയറിൽ കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യം, ഈ ഇയറിൽ ഒരു പ്രാവശ്യം ഇതുവരെ മഞ്ഞ് പെയ്തിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞുവീഴ്ചയൊക്കെ വളരെ റെയറാണ്. പക്ഷേ തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. അതിപ്പം അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഹീറ്റിംഗ് ഇല്ല, നമുക്ക് പറ്റത്തില്ല അകത്ത്. അപ്പോൾ തണുപ്പുണ്ട്. അപ്പം പിന്നെ മഴയും തണുപ്പാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നങ്ങൾ, ഒരു ഇഷ്യൂ ആയിട്ട്. അപ്പം ഇത് രണ്ടും ബുദ്ധിമുട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അയർലൻഡ് ഒരു ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ അത് ഒരു 2-3 മാസത്തേക്ക് കാണത്തുള്ളൂ കേട്ടോ. ബാക്കിയുള്ള സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല വെതറാണ്. മഴ എൻ്റെ ഇയർ ഇടയ്ക്കിടയ്ക്ക് പെയ്യാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര വലിയ മഴകളല്ല, പക്ഷേ ചെറിയ മഴകൾ പെയ്യാറുണ്ട്. പിന്നെ അടുത്ത വിൻഡാണ്. ഇവിടെ ഒരുപാട് വിൻഡ് വാർണിങ്സ് ഉണ്ട്. അതിന് കാരണം ഇതൊരു ഐലൻഡ് നേഷൻ ആയതുകൊണ്ടും അറ്റ്ലാന്റിക് ഓഷൻ അടുത്ത് കിടക്കുന്നതുകൊണ്ടും വിൻഡുകളുടെ കാര്യത്തിൽ ഒരു കുറവുമില്ല. വിൻഡുകളുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള വിൻഡ്സും ഉണ്ട്, അല്ലാതുള്ള വിൻഡ്സും ഉണ്ട്. പക്ഷേ വിൻഡുകളുണ്ട് കേട്ടോ. പിന്നെ ഇത് രണ്ടുമാണ് ഈ കാര്യം കൂടെ നിങ്ങൾ ചോദിച്ചിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, വെതറിൻ്റെ കാര്യത്തിന് ഈ പറഞ്ഞ കാര്യങ്ങൾ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ അയർലൻഡ് ബെറ്ററാണ് കേട്ടോ. അയർലൻഡ് കുഴപ്പമില്ല. പക്ഷേ ഇത് പ്രശ്നമുള്ളവർക്ക് തീർച്ചയായിട്ടും വേറെ ഓപ്ഷൻസ് നോക്കുന്നത് നല്ലൊരു ചോയ്സ് ആയിരിക്കും. പിന്നെ നിങ്ങൾ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുത്തെ എന്താ പറയുന്നത്, ചിലവുകൾ എങ്ങനെയാണ്, നിങ്ങൾ ചിലവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ അത് ഞാൻ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യാം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. കാരണം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ താമസിക്കുകയാണ്, ഹസ്ബൻഡ് വൈഫ്, ഞാൻ ജസ്റ്റ് ഷോർട്ടായിട്ട് പറയുകയാണ്, ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയാണ്, ഹസ്ബൻഡ് വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ഇൻകം കിട്ടും. നമുക്ക് അതിനകത്ത് കുറച്ച് ചിലവ് പോകും. ടാക്സും ഉണ്ട്. ഏതൊരു യൂറോപ്യൻ കൺട്രീസ് പോലെ പറഞ്ഞ തന്നെ ടാക്സ് ഉണ്ട് കേട്ടോ, ടാക്സും ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലിയാണ്, അതിൽ ഒരാളെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം റെൻ്റ് കുറച്ച് കൂടുതലാണ്. അപ്പം ഈ ഒരു ലാസ്റ്റ് 1 or 2 ഇയർ ആയിട്ട് റെൻ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടി. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇമിഗ്രേഷൻ കൂടി. രണ്ടാമത്തെ കാര്യം റെഫ്യൂജി ക്രൈസിസ് ഉണ്ട് ഓൾറെഡി. അതിൻ്റെ ആയിട്ടുള്ള അക്കോമഡേഷൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. അത് തന്നെ വീടുകൾ മേടിക്കുന്നവരുടെ കാര്യത്തിലും നല്ലോണം റേറ്റുകൾ കൂടിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള ചിലവുകളും കാര്യങ്ങളുമൊക്കെ മാനേജബിൾ ആണോ ചോദിക്കണം, അതെ. പക്ഷേ
റേറ്റ് കൂടുതലാണെന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് യെസ്, ചിലവ് കൂടുതലാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരും വർക്കിംഗ് ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല, എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ്, നമ്മുടെ വേ ഓഫ് ലൈഫ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണോ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ എസ് എന്ന് പറയും. കാരണം നമുക്ക് 3 days അല്ലെങ്കിൽ 4 days മാക്സിമം വർക്കിംഗ് വരത്തുള്ളൊരു വീക്കിൽ. ബാക്കിയുള്ള സമയം നമുക്ക് പറ്റുന്നുണ്ട്, നമുക്ക് പുറത്ത് പോകാനും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറ്റുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു പ്രശ്നം ഇല്ല. നമ്മൾ നല്ല ലൈഫാണ് നമുക്കിവിടെ കിട്ടും കേട്ടോ. പിന്നെ നമ്മളിവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു ജോലി കിട്ടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, ഏതൊക്കെ പ്രൊഫഷന് കൂടുതൽ സ്കോപ്പ് ഉണ്ട് എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം അതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ളതിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടാൻ ചാൻസ് ഉള്ള ജോബെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് IT പ്രൊഫഷനാണ്. IT പ്രൊഫഷൻ ഇവിടെ നല്ല സാലറിയാണ്, ജോബ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് മെയിനായിട്ടൊരു കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ UK ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ അണ്ടറിലല്ലാത്തതുകൊണ്ട് തന്നെ പല വലിയ വലിയ ടെക് കമ്പനീസും അവരുടെ ഹെഡ് ഓഫ് ഓപ്പറേഷൻസ് അയർലൻഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ജോബ്സ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് IT പ്രൊഫഷണൽസ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഞാൻ നോക്കി വെച്ച് രണ്ടാമത്തെ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ള ജോബ് എന്ന് പറഞ്ഞാൽ അത് നേഴ്സിംഗ് ഫീൽഡ് അല്ലെങ്കിൽ നേഴ്സായിട്ടായിരിക്കും കിട്ടാൻ ചാൻസ് ഉള്ള ജോബ് എന്ന് പറഞ്ഞാൽ. അപ്പം അതും ഞാൻ പറഞ്ഞാൽ തന്നെ OET ക്ലിയർ ചെയ്യണം, NMB രജിസ്റ്റർ ചെയ്യണം, DL കിട്ടണം, ആപ്റ്റിറ്റ്യൂഡ് അഡാപ്റ്റേഷൻ പാസ്സാവണം, എന്നാൽ മാത്രം നമുക്ക് രജിസ്ട്രേഷൻ കിട്ടത്തുള്ളൂ. അപ്പം അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഡ്രൈവർ വേക്കൻസി വരുന്നവരുണ്ട്, ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് വേക്കൻസികളിൽ വരുന്നവരുണ്ട്. അവർക്കൊക്കെ ജോബുണ്ട് കേട്ടോ, ജോബ് ഇല്ലെന്നല്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള നഴ്സുമാർക്കും IT ഫീൽഡിൽ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കുമായിരിക്കും. പിന്നെ ഇതാണ് നിങ്ങൾ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്. ഹലോ വയ്യ ആൻസറായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം പിന്നെ ജസ്റ്റ് ഈ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പം സത്യം പറയാം, ഇവിടെ സൺസെറ്റിൻ്റെ സമയമായി. പറയുവാണെങ്കിൽ 3-3:30-4 മണി ആകുന്നുള്ളൂ. പക്ഷേ സൺസെറ്റിൻ്റെ സമയം ഇന്ന് കുറച്ച് വെട്ടം ഉണ്ടായിരുന്നു കേട്ടോ. നോർമലി ഒരു 3:30 കഴിയുമ്പോൾ ഇരുട്ട് വരും ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട്. പക്ഷേ ഇപ്പോൾ ഇന്ന് കുറച്ച് വെട്ടമുണ്ട്. വേണ്ട ഇതാണേ, ഇതൊരു ക്ലിഫ് വ്യൂ ആണേ. ഇത് താഴോട്ട് ഭയങ്കര ഒരു ഇതാണ്, ഒരു ചെരുവാണേ. അപ്പം ഇതാണ് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം എന്നെനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാനൊരു 1-2 കാര്യങ്ങൾ പറയാം. അത് എസ്പെഷ്യലി ഫോർ നമ്മുടെ അയർലൻഡിൽ സെറ്റിലായിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ഇപ്പം നമ്മുടെ പ്ലാനുകളുടെ കാര്യം, നമ്മൾ ഓരോ പ്ലാൻ എടുക്കുമല്ലോ, ബ്രോഡ്ബാൻഡ് ആണെങ്കിലും ഇത് അറിയാവുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം ഓൾറെഡി അറിയാവുന്നവരുണ്ടായിരിക്കും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടിയാണ്. അപ്പം അത് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, നമുക്ക് ബെറ്റർ ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അയാൾക്ക് വേണ്ടിയും പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ പ്ലാനുകളുണ്ടല്ലോ, നമ്മളിപ്പം ബ്രോഡ്ബാൻഡ് ആണെങ്കിലും ഇലക്ട്രിസിറ്റി ആണെങ്കിലും ഇപ്പം പറയുന്നത് സിം ആണെങ്കിലും ഒക്കെ അതിന് ഓരോ പ്ലാനുകളുണ്ടല്ലോ. ഇത് മെയിൻലി 1 year അല്ലെങ്കിൽ 2 year എഗ്രിമെൻ്റ് ആണ് വരുന്നത് എല്ലാ പ്ലാനുകൾക്കും. മെയിൻലി 1 year എഗ്രിമെൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ 1 year എഗ്രിമെൻ്റ് കഴിയുമ്പോൾ നമ്മളിത് പുതുക്കണം. അപ്പം അവർ നമ്മളെ ഇൻഫോം ചെയ്യുമെന്ന് പറയും, നമുക്ക് മെയിലേക്ക് ഫോം വിളിക്കുന്നതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് പറയും. പക്ഷേ എനിക്കുണ്ടായൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ഇത് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡിൻ്റെ കഴിഞ്ഞപ്പോഴും ആരും നമ്മളെ വിളിക്കുകയോ നമ്മളെ അറിയിക്കുകയോ ചെയ്തില്ല. ഇത് എൻ്റെ മിസ്റ്റേക്കാണ്. കാരണം ഞാനന്ന് നോട്ട് ചെയ്ത് വെക്കണ്ടായിരുന്നു, പക്ഷെ ഞാനത് നോട്ട് ചെയ്ത് വെച്ചില്ല. അപ്പം അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് സത്യം. 1 year കഴിഞ്ഞു, തൊട്ടടുത്ത 2 ബില്ല് വന്നു. പക്ഷേ ബില്ല് വന്നപ്പം ഭയങ്കര റേറ്റ്. ഞാൻ 3ാമത്തെ ബില്ല് ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും നല്ല റേറ്റ് വ്യത്യാസമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ബ്രോഡ്ബാൻഡിൻ്റെ കാര്യത്തിലാണെങ്കിലും. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭാഗത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ പറയുന്നത് എന്ന് വെച്ചാൽ അവർ പുതിയൊരു പ്ലാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാൻ നേരം അവരൊരു പ്ലാനും പറഞ്ഞു കേട്ടോ, നല്ലൊരു ഓഫറും പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവർ switcher.i എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്, അവിടെ കയറി ഞാൻ നോക്കി എൻ്റെ ഡീറ്റെയിൽസ് വെച്ച് നോക്കിയപ്പം അതിലും ബെറ്റർ പ്ലാൻസ് ഒരെണ്ണം എനിക്ക് ബ്രോഡ്ബാൻഡിന് കിട്ടി. അപ്പം ഞാൻ അത് ചൂസ് ചെയ്തു. അപ്പം ഭയങ്കര ഒരു ഡിസ്കൗണ്ട് എനിക്ക് കിട്ടി. ഇലക്ട്രിസിറ്റി പക്ഷേ ഞാൻ മാറ്റിയില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഡിഫറൻസ്, അവർ പറഞ്ഞ ഓഫറോട്ട് വലിയ ഡിഫറൻസ് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയില്ലെന്നുള്ളതാണ് സത്യം. അപ്പം അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പം
ഈ കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം വീഡിയോസ് റെഗുലറായിട്ട് ഇടുന്നില്ലായിരുന്നു, കുറച്ച് നാളായിട്ട് ബ്രേക്ക് വന്നു. അപ്പം അതിന് ഫസ്റ്റ് ഓഫ് ഓൾ സോറി പറയുകയാണ്. അപ്പം അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. മെയിൻലി എൻ്റെ ക്രിക്കറ്റ് അഡിക്ഷൻ ആയിരുന്നു. എന്താ പറയുന്നത്, എന്നാ സമ്മർ ടൈമിൽ നല്ലതായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്. അപ്പം നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം പിന്നെ ബാഡ്മിൻ്റനാണ് കളിക്കുന്നത്. അപ്പം ഇനിയിപ്പം ഓരോ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഇൻഫോർമേറ്റീവ് ഉള്ള വീഡിയോസും അല്ലാതുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ് വീഡിയോസും ചെയ്യാം. അപ്പം എല്ലാവരുടെയും സംശയങ്ങൾ മാറിയെന്ന് തോന്നുന്നു. ഇനി ഇതിലുണ്ട്, ഇത് തീർച്ചയായിട്ടും ചോദിക്കുക. ഇതെൻ്റെ വേ ഓഫ് തിങ്കിങ്ങിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതെന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഓക്കെ, ബൈ ബൈ.